നമസ്തേ. വിദേശ രാജ്യങ്ങളിലും സനാതനധർമ്മം പടർന്നു പന്തലിക്കുന്നു. ഇന്ത്യക്ക് പുറത്ത് ഫ്രാൻസ്, റഷ്യ, ജർമ്മനി, സ്പെയിൻ, ഇറ്റലി, ആഫ്രിക്കൻ രാജ്യങ്ങൾ, എന്തിന് അറബി മുസ്ലിങ്ങൾ പോലും സനാതനധർമ്മം നെഞ്ചോട് ചേർക്കുകയാണ്. ഞങ്ങൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ദൃശ്യങ്ങൾ കാണും. ഇതെല്ലാം പുറം രാജ്യങ്ങളിൽ നിന്നുള്ളവയാണ്. പുറം രാജ്യങ്ങളിലെ വഴികളിൽ കൃഷ്ണഭജന പാടുന്ന വിദേശികളാണ് ഇവരെല്ലാവരും. ഇതിൽ ചിലർ വിദേശികളായ ബ്രഹ്മചാരിമാരും ഗൃഹസ്ഥരുമാണ്. ഭഗവത്ഗീതയും ഭാഗവതവും രാമായണവും മഹാഭാരതവും ഒക്കെ നമ്മൾ ഇന്ത്യക്കാരെക്കാൾ നന്നായി അറിയാവുന്നവർ. അവരുടെ വിദേശ ഭാഷകളിൽ വേദഗ്രന്ഥങ്ങൾ പഠിക്കുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണനെ അവർ പൂജകൾ നടത്തുന്നതും ഒരുപക്ഷെ ഇംഗ്ലീഷിലും ഫ്രഞ്ചിലും സ്പാനിഷ് ഭാഷയിലും ഒക്കെ ആയിരിക്കാം. പക്ഷേ അവരുടെ മനസ്സ് മുഴുവൻ ഭക്തിയാണ്. ആർഷഭാരത സംസ്കാരം ഇന്ത്യക്കാരെക്കാൾ നന്നായി ഒരുപക്ഷെ പിന്തുടരുന്നത് ഇവരാണെന്ന് പറയാം. വേദങ്ങളും ഉപനിഷത്തുകളും സംസ്കൃത ശ്ലോകങ്ങളും ഒക്കെ ഇവരിൽ പലർക്കും മനഃപ്പാടമാണ്. അവർ വളരെ ഗൗരവത്തോടെയാണ് ഈ സനാതനധർമ്മം പഠിക്കുന്നത് എന്നത് മറ്റൊരു പ്രത്യേകത. യഥാർത്ഥ ആർഷഭാരത സംസ്കാരം പിന്തുടരുന്നതുകൊണ്ട് അവർ സസ്യഭുക്കുകളാണ്. ഡോക്ടർമാരും എഞ്ചിനീയർമാരും ബാങ്ക് മാനേജർമാരും വക്കീലന്മാരും, എന്തിന് രാഷ്ട്രീയക്കാരും പാട്ടുകാരും വരെ ഇവരുടെയൊക്കെ കൂട്ടത്തിലുണ്ട്. പുറമേ അവരെ കണ്ടാൽ നമുക്ക് മനസ്സിലാകില്ല അവർ ശ്രീകൃഷ്ണ ഭക്തരാണെന്ന്, അല്ലെങ്കിൽ സനാതനധർമ്മം പിന്തുടരുന്നവരാണ് എന്ന്. പക്ഷേ അവർ സ്ഥിരമായി അവിടെയുള്ള അമ്പലങ്ങളിൽ ചെന്ന് കുളിച്ചു പ്രാർത്ഥിക്കാറുണ്ട്. അവരുടെ വീടുകളിലുള്ള അവർ ഭഗവാൻ ശ്രീകൃഷ്ണനെയും ശ്രീരാമൻ്റെയും ചിത്രങ്ങളും വിഗ്രഹങ്ങളും ഒക്കെ വെച്ച് പൂജ നടത്താറുണ്ട്. സ്ഥിരമായി ഭഗവത്ഗീതയും ഭാഗവതവും വായിക്കുന്നു. അവരുടെ കുട്ടികൾക്ക് അവരെ രാമായണത്തിൻ്റെയും മഹാഭാരതത്തിൻ്റെയും ഒക്കെ മഹത്വം പറഞ്ഞ് പഠിപ്പിക്കുകയും കോമിക്സുകളും കൊടുക്കുന്നു. അങ്ങനെ തികച്ചും ഹിന്ദുക്കളായി ജീവിക്കുന്ന തനി വിദേശികൾ. ഏകാദശിയുടെയും ദ്വാദശിയുടെയും വ്യത്യാസം ഒരുപക്ഷെ നമുക്കറിയില്ലായിരിക്കാം, പക്ഷേ ഇവർക്കറിയാം. ഇവർ ഏകാദശി നോയമ്പ് നോക്കുന്നവരാണ്. ഇവരിൽ പലരും ഇന്ത്യയിൽ വരണം, ഇന്ത്യയിൽ താമസിക്കണമെന്ന് അതിയായ ആഗ്രഹമുള്ളവരാണ്. അങ്ങനെ ഇന്ത്യയിൽ സ്ഥിരമായി ഇന്ത്യയിലെ അമ്പലങ്ങൾ വന്ന് സന്ദർശിക്കുന്ന നിരവധി വിദേശികളുമുണ്ട്. അങ്ങനെ സമാധാനം സ്വീകരിച്ചവരിൽ ചില വിദേശികളെ നമ്മൾ കുംഭമേളയ്ക്ക് കണ്ടിരുന്നു. പക്ഷെ അതിലും എത്രയോ ആയിരം ഇരട്ടിയാണ് യഥാർത്ഥത്തിൽ സനാതനധർമ്മം അനുസരിച്ച് ജീവിക്കുന്ന വിദേശികളും അവരുടെ കുടുംബങ്ങളും. ശ്രീരാമൻ്റെയും ശ്രീകൃഷ്ണൻ്റെയും ഭക്തരായതുകൊണ്ട് തന്നെ മദ്യം, മാംസം, പുകയില ഉൽപ്പന്നങ്ങളൊന്നും ഇവർ ഉപയോഗിക്കാറില്ല. ഇവരിൽ പലരും ഗായത്രി മന്ത്രം സ്ഥിരം ജപിക്കുന്ന വിദേശികളായ ബ്രാഹ്മണരാണ്. ഒരു കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് ആരും ബ്രാഹ്മണൻ, ക്ഷത്രിയൻ ആകുന്നില്ല. ഓരോരുത്തരുടെ കർമ്മ മൂലമാണ് അവർക്ക് ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്നിങ്ങനെയുള്ള പദങ്ങൾക്ക് അർഹത വരുന്നത്. ബ്രഹ്മജ്ഞാനം ഉള്ളവനാണ് ബ്രാഹ്മണൻ. ഇവർ ഭഗവാൻ ശ്രീകൃഷ്ണനെ ഉപാസിക്കുന്നു. ഭഗവത്ഗീത അനുസരിച്ച് ജീവിക്കുന്ന വേദഗ്രന്ഥങ്ങൾ പഠിക്കുന്നു. അത് കഴിഞ്ഞ് ഇവിടുത്തെ പാരമ്പര്യമനുസരിച്ച് ഉപനയനം കഴിഞ്ഞവർ അവരുടെ നെഞ്ചിനു മുകളിൽ പൂണുലിടുന്നു. സ്ഥിരമായ യജ്ഞങ്ങളും യാഗങ്ങളും ഹോമങ്ങളും നടത്തുന്നു. ഹോമത്തിന് ചുറ്റും അവർ വേദമന്ത്രങ്ങൾ ഉരുവിടുന്നു. അതിനോടൊപ്പം തന്നെ ഈ വേദമന്ത്രങ്ങളുടെ ഫ്രഞ്ചും സ്പാനിഷും ഇറ്റാലിയനും ട്രാൻസ്ലേഷനും അവർ പറയുന്നുണ്ട്. ഇവർ പശുക്കളെ സംരക്ഷിക്കുന്നു. പശുക്കളെ ഗോമാത എന്ന് വിളിച്ച് ആരാധിക്കുന്നു. ഘോഷയാത്രകൾ നടത്തുന്നു. അവർക്ക് സൗകര്യമുള്ളപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണന് വേണ്ടി പൂന്തോട്ടങ്ങളും കൃഷിയിടങ്ങളും നടത്തുന്നു. സനാതനധർമ്മം പിന്തുടരുന്നുകൊണ്ട് അവരുടെ സ്വഭാവത്തിലുണ്ടായ വളരെ നല്ല മാറ്റങ്ങൾ കാരണം മിക്കവരുടെയും കുടുംബങ്ങളും കൃഷ്ണഭക്തിയിലേക്കും സനാതനധർമ്മത്തിലേക്കും ആകർഷിക്കപ്പെടുന്നതും അവരുടെ ഇടയിൽ സർവ്വസാധാരണമാണ്. ഭഗവാൻ ശ്രീകൃഷ്ണനെയും രാധയും ജഗന്നാഥപുരിയിലെ രഥയാത്രയും ഒക്കെ പറ്റി ഫ്രാൻസ് ഇറക്കിയ ഒരു മാഗസിൻ പേജുകൾ ഞങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലോകം മുഴുവൻ കൃഷ്ണഭക്തി പടർത്തിയത് ഹരേ കൃഷ്ണ പ്രസ്ഥാനം അഥവാ ഇസ്കോൺ അല്ലെങ്കിൽ ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ TV എന്ന സംഘടനയാണ്. ലോകം മുഴുവൻ കോടിക്കണക്കിന് ആളുകളെ സനാതനധർമ്മത്തിലേക്ക് ആകർഷിച്ചൊരു സംഘടന. ഭക്തിയല്ലാതെ യാതൊരു വിധത്തിലുള്ള രാഷ്ട്രീയ താല്പര്യങ്ങളും ഇല്ലാത്ത ഒരു സംഘടന. ലോകം മുഴുവൻ വിശന്നു വലയുന്നവർക്ക് ആഹാരം കൊടുക്കുന്ന നിരവധി പുണ്യപ്രവർത്തനങ്ങൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു സംഘടന. ഈ സംഘടനയ്ക്ക് രൂപം കൊടുത്തത് ശ്രീല പ്രഭുപാദ എന്ന പേരിലുള്ള ഒരു ബംഗാളി സന്യാസി 1967 ന്യൂയോർക്ക് നഗരത്തിലാണ്. ലോകം മുഴുവൻ സനാതനധർമ്മം പ്രചരിപ്പിക്കുന്നതിലൂടെ ലോകശാന്തിയും സമാധാനവും ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ സംഘടനയുടെ പ്രധാന ലക്ഷ്യം. ഇവരുടെ നിരവധി അമ്പലങ്ങൾ ഇന്ത്യയിലുമുണ്ട്, കേരളത്തിലുമുണ്ട്. തിരുവനന്തപുരം, കൊച്ചി, കൊല്ലം, തിരുവല്ല, ഗുരുവായൂർ തുടങ്ങി നിരവധി സ്ഥലങ്ങളിൽ കേരളത്തിൽ ഇവർക്ക് അമ്പലങ്ങളും സെന്ററുകളുമുണ്ട്. അവിടെ ഏത് ജാതിക്കാർക്കും ഭാഷക്കാർക്കും എപ്പോൾ വേണമെങ്കിലും കടന്നു ചെല്ലാം. അവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങളുടെ അടുത്തുള്ള ഇസ്കോൺ സെന്റർ സന്ദർശിക്കുക.